അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ഖൽബിന്റെ സമാധാനം പടച്ചറബ് കൊണ്ടുവച്ചത് എവിടെയാ? അല്ലാഹുവിന്റെ സ്മരണയിലാണോ? അവിടെ അന്വേഷിക്കുമ്പോൾ സമാധാനം കിട്ടുള്ളൂ. സമാധാനം കിട്ടാൻ ഒരുപാട് പൈസ ഉണ്ടാക്കിയോണ്ട് മാത്രം കാര്യമില്ല. നമ്മൾ ചിലപ്പോൾ ചില റിലാക്സിന് വേണ്ടി യാത്ര നടത്തും, സമാധാനം തന്നെയാണ്. പക്ഷെ അവിടെയൊക്കെ അടിസ്ഥാനപരമായി ദിക്റുള്ള ഉണ്ടാവണം. എന്നാലേ സമാധാനം. പടച്ച റബ്ബ് എവിടെ സമാധാനം വെച്ചത് അവിടെ അന്വേഷിക്കണ്ടേ? ഒരു സാധനം എവിടെ വെച്ച അവിടെ അന്വേഷിക്കുമ്പോഴല്ലേ ആ സാധനം ലഭിക്കൂ. സമാധാനം നമുക്ക് ലഭിക്കണമെങ്കിൽ പടച്ച റബ്ബ് പറഞ്ഞു വെച്ചത് അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ഹൃദയത്തിന്റെ സമാധാനം ലഭിക്കുന്നത് അല്ലാഹുവിന്റെ സ്മരണയിലൂടെ മാത്രമാണ്. ആ ദുആഉം ആ ദിക്റുമാണ്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്നുള്ള ധീരമായ ശബ്ദം. ഒരു സ്വഹാബി അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനെ കൂട്ടി ബദറിന്റെ മുമ്പിൽ ഇങ്ങനെ ഓരോ കഥകൾ പറഞ്ഞു കൊടുക്കുകയാണ്. ഷഹാദത്തിന്റെ വലിയ പ്രതിഫലം ഇങ്ങനെ പറഞ്ഞു കൊടുക്കാൻ. സ്വഹാബി ആ യുദ്ധത്തിന്റെ സമയത്തുണ്ട് എഴുന്നേറ്റ് കാണാം. അദ്ദേഹത്തിന്റെ കൈ കൊട്ടയില് കുറച്ച് ഈത്തപ്പയുണ്ട്. ആ ഈത്തപ്പ എടുത്തു അതൊക്കെ വലിച്ചെറിഞ്ഞിട്ട് ഒരു ശബ്ദം എന്നൊക്കെ ഒന്ന് പറഞ്ഞിട്ട് ശബ്ദം. റസൂൽ ചോദിക്കും, എന്താ ഒരു ശബ്ദം? നബി, എനിക്ക് ഇനി സമയമില്ല, എനിക്ക് ഷഹാദത്ത് വരിക്കണോ. ആ കടിച്ച ഈത്തപ്പയത്തിന്റെ ബാക്കി പോലും മുഴുവനാക്കാതെ എടുത്തെറിഞ്ഞതിന് ശേഷം യുദ്ധത്തിന്റെ രണാങ്കണത്തിലേക്ക് ആ സ്വഹാബി കടന്നു വരികയും അവിടെ ഷഹീദാവുകയാണ്. അവർക്ക് ഷഹാദത്തായിരുന്നു വേണ്ടിയിരുന്നത്. അവർക്ക് ഷഹാദത്തായിരുന്നു വേണ്ടി പരിശുദ്ധ ദീനിന് രക്തം ചൊരിക്കുക എന്നുള്ളത്. 14 സ്വഹാബികളാണ് പരിശുദ്ധമായ ബദർ യുദ്ധത്തിൽ ഷഹീദായത്. അല്ലാഹു അവരുടെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ കാര്യങ്ങളിലൊക്കെ അല്ലാഹു വലിയ ബർക്കത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. ദിക്റും തുമൈനത്തും ഏത് സമയത്തും എന്നാണ് 24 മണിക്കൂർ തസ്ബീഹ് മാല പിടിച്ചിട്ട് സുബ്ഹാനല്ലാഹ് ചൊല്ലണം എന്നല്ല ഇതിന്റെ മാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനൊക്കെ ഒരു പ്രായോഗിക രീതി പരിശുദ്ധ ശരീഅത്ത് കാണിച്ചു തന്നിട്ടുണ്ട്. രാവിലെ ഉറക്കത്തിൽ നിന്ന് ഉണരുമ്പോൾ അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനി ബഅദ മാ. ജോലിക്ക് പോകുമ്പോൾ വീട് വിട്ടിറങ്ങുമ്പോൾ അവിടെയൊക്കെ ദിക്റുകളുണ്ട്. എന്തിനാ? നിങ്ങൾ ഓരോന്ന് ആലോചിച്ച് നോക്കുമ്പോഴാണ് നമുക്ക് അതിന്റെ ഫീലിംഗ് മനസ്സിലാവുക. രാത്രി കിടന്നുറങ്ങിയിട്ട് രാവിലെ എണീക്കാത്ത എത്ര ആളുകളാണ്. നമ്മൾ പോകുന്ന സമയത്ത് കൃത്യമായി പടച്ച റബ്ബിന്റെ യഥാർത്ഥ ലെവലിൽ പോകാൻ കഴിയും. ഒന്ന് ചിന്തിച്ചാൽ മതി, പടച്ചോൻ ഇപ്പൊ എന്നെ പിടിക്കുകയാണെങ്കിൽ ഞാൻ ഓക്കെ ആണോ എന്നാ റാഹത്തായി. അള്ളാഹു ഈമാനോടുകൂടെ മരിക്കാൻ നമുക്കൊക്കെ തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ.